നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താനെന്താ നമ്മുടെ വീട് ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? വാടോ. ഇവളെന്തായി കാണിക്കാൻ പോന്നേ? എന്താ ഇത്? ഇത്രയും വലിയ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നല്ല മാഡം. അതുകൊണ്ട് രക്ഷപ്പെട്ടു വന്നതിൽ നിനക്ക് വിഷമമുണ്ടായിരിക്കുമല്ലേ? ഉണ്ടാവും. കൊല്ലാൻ വിചാരിച്ചിട്ട് അത് നടക്കാതെ പോകുമ്പോ ആർക്കായാലും വിഷമം ഉണ്ടാവൂല്ലേ? പത്മ, ആ കുട്ടി ഐശ്വര്യമുള്ളൊരു കാര്യം ചെയ്യാനല്ലേ വന്നത്. അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. മോളെ നന്ദിനി, മോളെ ആരതി ഒഴിഞ്ഞോളൂ. പത്മ, ഇത് ദൈവികമായൊരു കാര്യമാണ്. ഇവൾ എന്റെ മുമ്പിൽ വരുന്നത് ദൈവികമായിട്ടുള്ളൊരു കാര്യമല്ല, ചെകുത്ത അടുത്ത് വരുന്നതിന്റെ തുല്യം. ഇവളിപ്പോ അടുത്ത് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നാട്ടുംപുറത്തുകാരിയുടെ നിഷ്കളങ്കത കൊണ്ടാണെന്ന. പക്ഷേ എനിക്കറിയാം, കൊല്ലാൻ നോക്കിയിരിക്കുന്നത് ഇവളും ഇവളുടെ ഭർത്താവുമാണെന്ന്. അതറിയാതിരിക്കാൻ വേണ്ടി കരുതി കൂട്ടി കാണിക്കുന്നതാ ഇതൊക്കെ. ഞാനെന്തിനാ മാഡത്തിനെ കൊല്ലാൻ നോക്കുന്നത്? ഞാനോ സൂര്യ സാറോ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. നീ അതൊന്നും പറയണ്ട. നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ നാട്ടിൻപുറത്തെ നിന്റെ ശത്രുക്കളെയൊക്കെ നീ ഇല്ലാതാക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ മമ്മിയല്ലേ നിന്റെ ഏറ്റവും വലിയ ശത്രു. അപ്പൊ മമ്മിയെ നേരിടാൻ നീ നോക്കിയിട്ടുണ്ടാവും. എന്തിനാ മാഡം എല്ലാ കഥകൾ പറയുന്നത്? കമ്പനിയിൽ അങ്ങനെയൊക്കെ നടന്നതിന് ഞാനിങ്ങനെ ഉത്തരവാദിയാവും? അതിനുത്തരം പറയേണ്ടത് കമ്പനിയിലുള്ള ആളുകൾ തന്നെയല്ലേ? ഓ, കമ്പനിയിലുള്ള ആളുകളോ? ഇവിടെ ഇപ്പോ ആന്റി കഴിഞ്ഞാ പിന്നെ ഞാനല്ലേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? ഞാൻ സാറിനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ആരെയടി നീ പറഞ്ഞേ? സ്വന്തം തലേന്ന് കുറ്റം മാറ്റി വെക്കാൻ ആർക്ക് നേരെ വിരൽ ചൂടാനും ഒരു മടിയില്ല. എന്റെ മക്കളെ, നിങ്ങളുടെ മമ്മിക്ക് ഓഫീസിൽ വെച്ചൊരു ഹെവി ഷോക്ക് അടിച്ചു. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ പങ്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെന്തുകൊണ്ടാ നിങ്ങളുടെ തല നേരെ നിൽക്കാത്തത്? ഓ, അപ്പോ എന്റെ തല നേരെ നിൽക്കുന്നില്ലല്ലേ? വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഭ്രാന്താണെന്ന് പറയും. നിങ്ങൾ അതും പറയും. നിങ്ങളുടെ മോനില്ലേ, അവനും അത് പറയും. നാളെ വേണമെങ്കിൽ ഭ്രാന്തിയായ പത്മയെ ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിട്ടൊന്നും വരും. നിങ്ങൾക്ക് വേണ്ടതേ നിങ്ങളുടെ ഈ മരുമോളെ മാത്രമാണ്, ഭാര്യ മക്കളെ ഒന്നല്ല. പത്മ, താമരത ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. ഞാൻ എന്ത് കാര്യത്തിനാ തന്റെ കൂടെ നിൽക്കാതിരുന്നിട്ടുള്ളത്? അല്ല, നിങ്ങൾ എന്ത് കാര്യത്തിലാ എന്നോട് നിന്നിട്ടുള്ളത്? ഈ നിൽക്കുന്ന ഒരുത്തിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോ നമ്മുടെ കുടുംബത്തിന്റെ മാനം നോക്കാതെ, നമ്മുടെ അഭിമാനത്തെ നോക്കാതെ ഒരുത്തൻ ഭിക്ഷ ഉണ്ടാൻ ചെന്നിരിക്കുന്നു. അവൻ അവന്റെ ഭാര്യയോട് അത്രക്കെങ്കിലും കാണിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും അല്ല എന്തെങ്കിലും ഒരു സമയത്ത് ഞാൻ പറയുന്ന കാര്യത്തിനോടൊപ്പം നിങ്ങൾ നിന്നിട്ടുണ്ടോ? ഒന്നെങ്കിൽ മൗനം, അല്ലെങ്കിൽ ഈ നിൽക്കുന്നവൾക്ക് വാഴ്ത്തിപ്പാട്ടും. അല്ലാതെ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്?
പറയേ. ഡേ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എന്നെ കൊല്ലാൻ ശ്രമിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കമ്പനിയിൽ ഇന്ന് നടന്ന ഈ പ്രശ്നം ഇവള് പറയുന്നത് കേട്ട് നമ്മുടെ മകൻ സൂര്യയും കൂടെ പ്ലാൻ ചെയ്തതാ.